മായാസീത. സീതയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോകേണ്ട സമയമായി എന്ന് മനസ്സിലാക്കി ശ്രീരാമൻ സീതാദേവിയോട് സ്വകാര്യമായി സംസാരിക്കുന്നുണ്ട്. യഥാർത്ഥ സീതാദേവി അഗ്നിമണ്ഡലത്തിൽ പാർക്കണമെന്നും ഒരു മായാസീതയെ സൃഷ്ടിക്കണമെന്നും. മായാസീതയെയാണ് രാവണൻ അപഹരിക്കുന്നത്. യഥാർത്ഥ സീതാദേവി ദൈവിക പരിവേഷമുള്ളവളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ലക്ഷ്മണനോട് മോശമായി സംസാരിക്കാൻ സാധിക്കില്ല. പക്ഷേ സീതാദേവിയുടെ ശ്രീരാമൻ്റെ ശബ്ദത്തിൽ മാരീചൻ നിലവിളിക്കുമ്പോഴുള്ള പെരുമാറ്റം മര്യാദാലംഘനമായിരുന്നു. അങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ ലക്ഷ്മണൻ സീതാദേവിയെ വിട്ടു പോവുകയേയില്ലായിരുന്നു. രാവണന് കടന്നു വരുവാനുള്ള അവസരവും ലഭിക്കില്ല. എന്നാൽ മായാസീതയെപ്പറ്റി ലക്ഷ്മണൻ അറിഞ്ഞാൽ ലക്ഷ്മണൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനം കേവലം യാന്ത്രികമായി പോകും. അതുകൊണ്ട് തന്നെയാണ് ശ്രീരാമൻ മായാസീതയെപ്പറ്റി ലക്ഷ്മണനോട് പോലും പറയാതിരുന്നത്. വന്യമണ്ഡലത്തിൽ ഒളിപ്പിച്ച യഥാർത്ഥ സീതയെയല്ല, മായാസീതയെയാണ് രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നത്.